പ്രവീൺ പ്രണവ് വിഷയത്തിൽ പുതിയ വഴിത്തിരിവ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് പ്രണവ് മിക്കവാറും കുറച്ചു കാലം ഒരു 5-10 കൊല്ലം ജയിലിൽ കിടക്കേണ്ട രീതിയിലേക്ക് ഒരു കേസ് വന്നിട്ടുണ്ട്. എന്താ കേസ് എന്നൊക്കെ എല്ലാവർക്കും അറിയണം. പ്രഗ്നന്റ് ആയ ഒരു സ്ത്രീയെ ചവിട്ടിയത് തന്നെയാണ് പ്രശ്നം, അതും വയറിൽ ചവിട്ടി എന്നുള്ളതാണ്. ഒരു അഡ്വക്കേറ്റിന്റെ ശബ്ദം ഇതിലുണ്ട്. അത് കൂടാതെ തന്നെ ഇതില് പ്രവീൺ പറയുന്ന വിഷയവും പ്രവീണിന്റെ ഭാര്യ പറയുന്ന വിഷയത്തിലും ഒരു നുണയുണ്ടോ എന്നൊരു സംശയം ഒരു ഡോക്ടറും പറയുന്നുണ്ട്. ഓക്കെ, ആദ്യം തന്നെ വേറൊരു കാര്യത്തിലേക്ക് കിടക്കാം. പ്രവീൺ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിരുന്നു, ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ, അൺമാസ്കിംഗ് വീഡിയോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിട്ടിരുന്നു. അതിന് വേറൊരു രീതിയിലേക്ക് ആളുകൾ യൂസ് ചെയ്ത് യൂട്യൂബിൽ മാർക്കറ്റിംഗ് നടത്തുന്നു, ഫണ്ട് ഉണ്ടാക്കാൻ വേണ്ടി ഓരോന്ന് ചെയ്യുന്നു എന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു വീഡിയോ അദ്ദേഹം പ്രൈവറ്റിൽ ആക്കി വെച്ചിട്ടുണ്ട്. അതിനുള്ള ഒരു എക്സ്പ്ലനേഷൻ അദ്ദേഹം സ്റ്റോറി ആയിട്ടിട്ടത് ഇങ്ങനെയാണ്: ഞാനും എന്റെ ഫാമിലിയും ഇപ്പോൾ വളരെ മോശമായിട്ടുള്ള അവസ്ഥയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ നിന്നും യാതൊരു കരുണയും കിട്ടുന്നില്ലെന്ന് മനസ്സിലായി. നിലവിലുള്ള പ്രശ്നത്തെ റീച്ചിന് വേണ്ടി വളച്ചൊടിച്ച് വേറെ രീതിയിൽ സൈബർ ബുള്ളിങ് നടത്തുന്നു. ഞാൻ അൺമാസ്കിംഗ് എന്നൊരു വീഡിയോ ഇട്ടതും എന്റെ വൈഫിനെ എതിരെ സൈബർ ബുള്ളിങ് നടന്നുകൊണ്ടിരിക്കുന്നു എന്നാവും മനസ്സിലാവുന്നില്ല. പക്ഷെ ഇപ്പോൾ ഉള്ള അവസ്ഥ അതിലും ക്രൂഷ്യലാണ്. ഇതിന്റെ പേരിൽ എന്റെ ഫാമിലിയിൽ ലോസ് സംഭവിച്ചാൽ വീട്ടിലൊരു പ്രശ്നം ഉണ്ടായില്ലെങ്കിൽ അതിന്റെ നഷ്ടവും എനിക്ക് തന്നെയാണ്. അതുകൊണ്ട് ആ വീഡിയോ ഞാൻ പ്രൈവറ്റ് ആക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആ ഒരു പോസ്റ്റ് ഇട്ടത്. കൃത്യമായി ആ ഒരു വീഡിയോയെ പല രീതിയിൽ യൂട്യൂബർമാർ യൂസ് ചെയ്തെന്നുള്ളതാണ്. ഞാൻ ഈ വിഷയം എടുക്കാതിരുന്നത് തന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഫാമിലി വ്ളോഗേഴ്സിനോട് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. ഇവർ ഈ ആ രീതിയിലുള്ള വീഡിയോസ് ഒന്നും നമുക്ക് കാണാനും താല്പര്യമില്ല. പക്ഷെ ഒരു പ്രഗ്നന്റ് ആയ ഒരു വനിതയെ, ഒരു സ്ത്രീയെ ചവിട്ടിയത് അത്ര ശരിയായിട്ടുള്ള നടപടിയല്ല. ഒരു വക്കീൽ പറഞ്ഞിട്ടുള്ള വളരെ നിർണായകമായിട്ടുള്ള ഒരു കാര്യമാണെന്ന് കേട്ടോ. IPC 498 സെക്ഷൻ ഉണ്ട്. അത് ക്രൂവാലിറ്റി എന്ന് പറയുന്നത്. അത് ഹസ്ബൻഡോ റിലേറ്റീവ്സോ ഒരു വുമണിനെ ഡൊമസ്റ്റിക് വയലൻസ് ചെയ്ത് ഉപദ്രവിക്കാൻ നോക്കിയ, അപ്പൊ സെക്ഷലി ഫിസിക്കലി അബ്യൂസ് ചെയ്യാൻ നോക്കുക, ടോർച്ചർ ചെയ്യാൻ നോക്കുക, അതാണ് ഈ സെക്ഷൻ 498A ഓഫ് IPC പറയുന്നത്. സെക്ഷൻ 315 ഓഫ് IPC ഉണ്ട്. അതെന്ന് വെച്ചാൽ അൺബോൺ ചൈൽഡിന് അഗെയിൻസ്റ്റ് ആയിട്ട് എന്തെങ്കിലും ഒരു ഹാംഫുൾ ആക്ട് ചെയ്യുക. അതിന്റെ പണിഷ്മെന്റ് വരുന്ന 10 years ആണ് പണിഷ്മെന്റ് വരുന്നത്. ഗ്രൂപ്പിലുള്ള ഒരു കുട്ടീനെ എന്തെങ്കിലും ഉപദ്രവിക്കാൻ നോക്കാം, 10 വർഷം ജയിലിൽ കിടക്കേണ്ടി വരും എന്നുള്ളതാണ് നമ്മുടെ കുച്ചുവോ ആരോ കിടക്കാൻ പോവാ പ്രണവ് അല്ലേ. അപ്പോ ആ ഒരു വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടതാണ്. വളരെ അത് നമുക്ക് കൃത്യമായി പറയുന്നത് പോലീസിന് ഒരു FIR ഇടുകയാണെന്നുണ്ടെങ്കിൽ ഒരു വലിയ എവിഡൻസ് ആയിട്ടുള്ള വീഡിയോ ആണ്. അതായത് ഭാര്യയുടെ ഒരു മൊഴിയാണ് അവിടെ പ്രഗ്നന്റ് ആയ സമയത്ത്, അതായത് 5 ദിവസം കഴിഞ്ഞാൽ അവരുടെ പ്രസവമാണ് എന്ന വീഡിയോയിൽ പറയുന്നുണ്ട്. അതിക്രൂരമായിട്ട് മർദ്ദിച്ചു, ഭർത്താവിനെ മർദ്ദിച്ചിട്ടുണ്ട്. എന്തായാലും ആ സ്ത്രീയുടെ കാര്യമാണ് കൂടുതൽ നമ്മൾ പരിഗണിക്കുക. കാരണം പ്രഗ്നന്റ് ആയ സ്ത്രീയെ അങ്ങനെ ആ ഒരു രീതിയിൽ ആക്രമിച്ചാൽ അത് ശിക്ഷിക്കപ്പെടേണ്ടത് തന്നെയാണ്. അതൊരു വലിയ ഒഫൻസ് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ആ ഒരു ദിവസം, അതായത് ഇവർക്ക് ആ ഒരു ബഹളമുണ്ടായ, തല്ലുണ്ടായ ദിവസം സോഷ്യൽ മീഡിയയിൽ അവരൊരു വീഡിയോ പോസ്റ്റ് ഉണ്ടായിരുന്നു. ഒരു പകലിട്ടൊരു വീഡിയോ ആണ്. നിങ്ങളിപ്പോ സൈഡിൽ അത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും. അതായത് പ്രഗ്നന്റ് ആയിട്ടുള്ള ഒരു സ്ത്രീ ഭയങ്കര അടിപൊളിയായിട്ട് ഡാൻസ് കളിക്കുന്നു. ഒരിക്കലും ഒരു 5 ദിവസം കഴിഞ്ഞ് അല്ലെങ്കിൽ 4 ദിവസം കഴിഞ്ഞ് പ്രസവിക്കാൻ പോകുന്ന ഒരു സ്ത്രീ ഈ ഒരു രീതിയിൽ ഡാൻസ് കളിക്കാൻ പാടില്ല എന്നുള്ളതാണ് പല ആളുകളും പറയുന്നത്. അങ്ങനെ കളിച്ച ഈ ഒരു സ്ത്രീ ആ ഒരു പ്രഗ്നന്റ് ആയിരിക്കുന്ന ആ സമയത്ത് ചെയ്ത തെറ്റ് എന്നുള്ള ഒരു കാര്യം നടക്കുന്നുണ്ട്. പക്ഷെ പ്രധാനമായിട്ട് ആളുകൾ പറയുന്ന ഒരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഡാൻസ് ചെയ്ത ആ ഒരു ദിവസമായിരുന്നു ഒരു പക്ഷേ അവർക്ക് വീട്ടിലൊരു വലിയ വിഷയം ഉണ്ടാവുന്നത്, അവർ മർദ്ദനത്തിന് ഇരയാവുന്നത് എന്നുള്ളതാണ്. അങ്ങനെ 2 രീതിയിലുള്ള ചർച്ച അവിടെ നടക്കുന്നുണ്ട്. ആ ഒരു ചർച്ച വലിയ രീതിയിൽ ചർച്ച ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഞാൻ ഈയിടെ സോഷ്യൽ മീഡിയയിൽ തന്നെ വേറൊരു വീഡിയോ കണ്ടിട്ടുണ്ട്. അതായത് ലേബർ റൂമിന്റെ പുറത്തു നിന്ന് പ്രസവിക്കാൻ കയറുന്നതിന്റെ 1 മണിക്കൂർ മുമ്പ് അവർ റീല് ചെയ്ത് നല്ല അടിപൊളി ഡാൻസ് ഒക്കെ കളിച്ചിട്ട് അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു ശ്വാസം മുട്ടലുണ്ട്. പക്ഷെ അവർ ഡാൻസ് ഒക്കെ കളിച്ചു ഡെലിവറി ചെയ്ത് പുറത്തു വന്നൊരു സംഭവമുണ്ട്. അപ്പോൾ അതിന് ആ ഒരു രീതിയിൽ കാണണ്ട. പക്ഷെ ആ ദിവസം സംഭവിച്ചതിനെ ഒരു ഡോക്ടർ പറയുന്ന ഒരു കാര്യമാണ്, ഒന്ന് കേട്ടോക്കാം. 4 days before ഡെലിവറി അങ്ങനെ എന്തോ പറഞ്ഞിട്ട് പോസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഇന്നൊരു അൺമാസ്കിംഗ് വീഡിയോയില് അവര് പറയുന്നത്, ആ ലേഡി പറയുന്നത്, എനിക്ക് എന്റെ അടിവയറ്റിൽ ചവിട്ട് കിട്ടി, 5 ദിവസം കൂടെ കഴിഞ്ഞാൽ എന്റെ ഡ്യൂ ഡേറ്റ് എന്നാണ്. ഇത്രത്തോളം ഒരു മാനസിക സമ്മർദ്ദവും ഫിസിക്കലായാലും മെന്റലായാലും ഇത്രയും ഒരു അസോൾട്ട് നടന്നിട്ട് അതിന്റെ അടുത്ത ദിവസം അവർക്ക് ഇതൊരു റിലീസ് ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും ആ ഒരു ചോദ്യത്തിന് നമ്മൾ മറുപടി തന്നു കഴിഞ്ഞു. അതായത് പ്രഗ്നന്റ് ആണെന്ന് കരുതി ഡാൻസ് കളിക്കുന്നതിൽ അവർ ആരോഗ്യ പ്രശ്നം അവർക്ക് കുഴപ്പമില്ല, അവരത് ഓക്കെയാണെന്ന് തോന്നിയാൽ അത് കളിക്കാം. അതും വലിയ രീതിയിൽ ചാടി കളിച്ചിട്ടൊന്നുമില്ല. കുറച്ച് 4 ദിവസം കഴിഞ്ഞാൽ പ്രസവമാണ് എന്നുള്ളതാണ്. ഇതേ സാധനം തന്നെയാണ് 4 ദിവസമോ അല്ലെങ്കിൽ 5 ദിവസമോ കഴിഞ്ഞാൽ എന്താണ് പ്രസവമാണ്
പക്ഷെ എന്റെ അടിവയറ്റിൽ ചവിട്ടി എന്നുള്ളൊരു കാര്യം പറയുന്നത് അതാണ് ഫേക്ക് ആണോ എന്ന് പറഞ്ഞുകൊണ്ട് പല ആളുകൾ രംഗത്ത് വരുന്നത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ ഈ വീഡിയോ ഇന്ന് എടുത്തതാവണമെന്നില്ലല്ലോ. ഇപ്പൊ ഞാൻ ഈ ഇടുന്ന വീഡിയോ നിങ്ങൾ കാണുന്നത് ചിലപ്പോൾ ഞാൻ ഇന്നലെ എടുത്ത വീഡിയോ ആവണം. അപ്പൊ ദിവസം നമുക്ക് അറേഞ്ച് ചെയ്യാം. അതാണ് റിയൽ ലൈഫും തമ്മിലുള്ള വ്യത്യാസം. ഒരു പക്ഷെ അവര് അത് അന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് അന്ന് 2-4 ദിവസം മുമ്പ്, ഒരു 5-6 ദിവസം മുമ്പൊക്കെ ചിലപ്പോൾ എടുത്തു വെച്ചതാവും. അതിനിപ്പോ ഒരു പ്രകടനമായ സ്ത്രീ ഡാൻസ് കളിച്ച വലിയ തെറ്റൊന്നുമില്ല. എന്താ കുഴപ്പം? അവർക്ക് അത് ഓക്കെ ആണെങ്കിൽ ഓക്കെയാണ് അല്ലെ? അതിന്റെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് അവർ നേരിടേണ്ട ഒരു വിഷയമാണ്. പക്ഷെ അതേ ദിവസം തന്നെയാണ് അവർക്ക് ചവിട്ട് കിട്ടിയത് എന്ന് പറഞ്ഞുകൊണ്ട് ആണ് അവർ പറയുന്നത് എന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. പക്ഷെ വേറെ ഡോക്ടറുടെ ഒരു വാക്കുണ്ട്, ഇതും വളരെ നിർണായകമായിട്ടുള്ള കാര്യം തന്നെയാണെന്ന് കേട്ടോക്കാം. ശരിക്കും നമ്മുടെ ആ വീഡിയോ ഉണ്ട്, അത് അൺമാസ്കിംഗ് വീഡിയോ ഞാൻ കാണുമ്പോൾ ഞാൻ ഒരു ഡോക്ടറായിട്ട് പോലും ഞാൻ ആ ഒരു മെഡിക്കൽ അങ്ങനെ ഒരു രീതിയിലേക്ക് ചിന്തിച്ചില്ല. ശരിക്കും ഒരു പെണ്ണ്, പ്രഗ്നന്റ് ലേഡി, 5 ദിവസം കഴിഞ്ഞാൽ ഡെലിവറി നടക്കുന്ന ഒരു പെണ്ണിന്റെ അടിവയറ്റിൽ കിട്ടിയ ചവിട്ട് എന്റെ മനസ്സിൽ അത് മാത്രമേ ഉള്ളൂ. അപ്പോഴാണ് ഞാൻ ശരിക്കും അത് അവര് തമ്മിലുള്ള ഇഷ്യൂ എന്താണെന്ന് അറിയില്ല. ഞാൻ കമന്റ് ചെയ്തതുപോലെ അവരുടെ ഇഷ്യൂവിനെ സംബന്ധിച്ച് ഒരാളെ സപ്പോർട്ട് ചെയ്യുക, പ്രവീൺ ചെയ്തത് എന്നെ പറഞ്ഞത് എനിക്ക് അറിയത്തില്ല. ഞാൻ അവരെ സപ്പോർട്ട് ചെയ്ത് ഒപ്പോസ് ചെയ്തിട്ടല്ല കമന്റ് ഇട്ടത്. പ്രഗ്നന്റായ ഒരു പെണ്ണിന്റെ അടിവയറ്റ് ചവിട്ടിയത് ഏതവനാണെങ്കിലും അത് തെറ്റ്, അതിപ്പോ സ്വന്തം ഭർത്താവാണെങ്കിലും തെറ്റ്. ആ രീതിയിലാണ് ഞാൻ കമന്റ് ചെയ്തത്. ഞാൻ ഈ മെസ്സേജ് അയക്കാനുള്ള കാര്യം വനിതാ കമ്മീഷനിൽ ജോലി ചെയ്യുന്ന ഒരു ചേച്ചിയുണ്ട്, അഡ്വക്കേറ്റ്. ചേച്ചീനെ ഞാനൊരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ചേച്ചി എന്നെ ഇപ്പോൾ വിളിച്ചു. അപ്പോൾ അങ്ങനത്തെ കേസുകൾ ഡെയിലി കൈകാര്യം ചെയ്യുന്നതുകൊണ്ടാണ് ചേച്ചി പറയുന്നത് ഈ വീഡിയോ 60% ഫേക്ക് ആവാൻ സാധ്യതയുണ്ട്. അതായത് പിന്നെ നമ്മൾ പെണ്ണെന്ന് പറയുമ്പോൾ ഒരു സിമ്പതി ഉണ്ട്. അപ്പം ഡെലിവറി ഡേറ്റ് അടുത്തിരുന്ന പ്രഗ്നന്റ് ആയിരിക്കുന്ന ഒരു പെണ്ണാകുമ്പോൾ കുറച്ചും കൂടി സെൻസിറ്റീവ് ഇഷ്യൂ അത് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കാൻ സാധ്യതയുണ്ട്. കാരണം അതിനകത്ത് വേറെ തെളിവുകളോ കാര്യങ്ങളോ പറയുന്നതല്ലോ ഉള്ളൂ. അപ്പം അവര് തമ്മില് അടിക്കുന്നതൊന്നും കാണിച്ചിട്ടില്ല. ഹസ്ബൻഡിന്റെ ദേഹത്ത് ചതവുകളും കാര്യങ്ങളും കാണുന്നുള്ളൂ. ഓക്കെ, അതായത് ക്രിയേറ്റ് ചെയ്തൊരു വീഡിയോ ആവാനൊരു സാധ്യത ഉണ്ടെന്നാണ് ഡോക്ടർ ഒരു അഡ്വക്കേറ്റിനോട് സംസാരിച്ചപ്പോൾ അവർക്ക് മനസ്സിലായെന്നുള്ളത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അടിവയറിൽ ചവിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വയറിനുള്ളിൽ ഫ്ലൂയിഡും കാര്യങ്ങളും ഉണ്ട്, ബ്ലഡ് ഉണ്ട്, പിന്നെ കുഞ്ഞുണ്ട്, അവർക്ക് എന്തെങ്കിലും സംഭവിക്കാൻ സാധ്യതയുണ്ട്, ഒരു ബ്ലീഡിങ് വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അവരതൊന്നും ആ ഒരു രീതിയിൽ പറയുന്നില്ല. പിന്നെ അവരുടെ അമ്മയുടെ ഒരു വോയിസ് പറയുന്നുണ്ട്. അതെന്താണ്, നിന്നെ തല്ലിയിട്ടാണ് ശരിക്കും പറഞ്ഞയക്കേണ്ടത്, പക്ഷെ ഞങ്ങൾ തല്ലിയിട്ടില്ലല്ലോ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതിന്റെ കൂടാതെ തന്നെ വേറെ കുറെ ആളുകൾ കമന്റ് ഇടുന്ന ഒരു കാര്യമാണ്, നീയാണ് എല്ലാ പ്രശ്നത്തിനും കാരണം എന്ന് അമ്മായിമ്മ പറയുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പൊ ആ വീടിന്റെ അകത്ത് എന്തൊക്കെയോ സ്വരചേർച്ചകൾ ഉണ്ട്. അത് ഈ ഒരു പെൺകുട്ടി പ്രഗ്നന്റ് ആയതുകൊണ്ട് ഒരു സിമ്പതി കൂടുതൽ ആളുകൾക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഞാൻ ആ ഒരു പ്രഗ്നന്റ് സ്ത്രീയുടെയും ഭർത്താവിന്റെ കൂടെ നിൽക്കുന്നത്. കാരണം ഇത്രയധികം പ്രശ്നം ഉണ്ടായിട്ട് ആ ഭാര്യയെ തള്ളിപ്പറയാതെ ഭാര്യയുടെ കൂടെ തന്നെ പോയ ഒരു ഭർത്താവ്, അവരെ സംരക്ഷിക്കുന്നതൊക്കെ ഒരു ഹീറോയിസം തന്നെയാണ്. അതൊക്കെ തന്നെയാണ് എല്ലാ പുരുഷന്മാരും ചെയ്യേണ്ടത്. കാരണം ഒരിക്കലും അവരെ ഒറ്റപ്പെടുത്താൻ പാടില്ല എന്നുള്ളത്. ഇനി എത്ര വലിയ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു പ്രഗ്നന്റ് ആയ സ്ത്രീയെ ചവിട്ടിയത് അത് അംഗീകരിക്കാൻ കഴിയില്ല കേട്ടോ, അത് വേറെ കാര്യം. പിന്നെ അവര് പറയുന്നത് അടിവയറ്റിൽ ചവിട്ട് കിട്ടിയിട്ടുണ്ട്. ഞാൻ ആ സമയത്ത് അങ്ങനെയൊന്നും ആലോചിച്ചില്ല കേട്ടോ. ഇത് ജസ്റ്റ് ചേച്ചി പറഞ്ഞതുകൊണ്ട് പറയാ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡെലിവറി എടുത്തിരുന്ന ഒരു പെണ്ണിന്റെ അടിവയറ്റിൽ ചവിട്ട് കിട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാല് ഫിസിക്കലി അല്ലെങ്കിൽ ഇന്റേണലി എന്തെങ്കിലും ഒരു ഡാമേജ് വരണം. ഒന്നുമില്ലെങ്കിലും ബ്ലീഡിങ്ങോ അല്ലെങ്കിൽ ഫ്ലൂയിഡ് ലീക്ക് ആവുമോ അല്ലെങ്കിൽ കുഞ്ഞിന് എന്തെങ്കിലും നോർമാലിറ്റീസ് ചെറുതായിട്ടെങ്കിലും വരികയോ ചെയ്യണം. അപ്പോൾ ഒരു ഡെലിവറി ടൈമിൽ അത് ഡോക്ടർ മെൻഷൻ ചെയ്യണം. അങ്ങനെ ചെയ്തിട്ടുണ്ടോ നമുക്കറിയത്തില്ല. ഒരു വക്കീലന്മാരായതുകൊണ്ടായിരിക്കും തെളിവുകൾക്കാണല്ലോ അവർ പ്രാധാന്യം കൊടുക്കുന്നത്. അങ്ങനത്തെ കാര്യങ്ങളൊന്നും അവർ എവിടെയും പറയുന്നില്ല. അവര് 5 ദിവസം മുന്നുള്ള ഒരു ഇഷ്യൂ മാത്രമാണ് പറയുന്നത്. അതൊക്കെ കേട്ടപ്പോൾ ഞാൻ ആലോചിച്ചതാ, 5 ദിവസം മുന്നേ ഇങ്ങനെ ഒരു ഇഷ്യൂ നടന്നാൽ അടുത്ത ദിവസം, അതായത് ഡെലിവറിക്ക് 4 ദിവസം മുന്നേ അവർക്ക് ഇങ്ങനെ റിലീസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് അറിയത്തില്ല, എന്താ അഭിപ്രായം പറയണമെന്ന് ഇപ്പോൾ അറിയത്തില്ല. എന്റെ മനസ്സിൽ പെണ്ണ്, പ്രഗ്നൻസി, കുട്ടി അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, പ്രസവത്തിന് 5 ദിവസം മുമ്പുണ്ടായ വിഷയമാണ് ആ ഒരു സ്ത്രീയുടെ അടിവയറിൽ ചവിട്ടിയിട്ടുണ്ട്. അടിവയറിൽ ചവിട്ടി കഴിഞ്ഞാൽ വയറിൽ നിന്നും ഫ്ലൂയിഡ്, ബ്ലഡ് അങ്ങനെയുള്ള കാര്യങ്ങൾ പുറത്തു വരാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ കൃത്യമായിട്ട് അത് പ്രവീൺ ആശുപത്രി കൊണ്ടുപോയതിനെ കുറിച്ചൊരു കാര്യം പറയുന്നുണ്ട്. ഫ്ലൂയിഡ് വന്നിട്ടുണ്ടായിരുന്നു, ബ്ലഡ് ബ്ലീഡിംഗ് ഉണ്ടായിരുന്നു, വളരെയധികം സ്ട്രഗിൾ ചെയ്തിരുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും ഒരു റീല്, നിങ്ങളിപ്പോൾ സൈഡിൽ ഒരു റീല് കാണുന്നുണ്ടാവും. ഡെലിവറിക്ക് അങ്ങോട്ട് കയറുന്നതിന് തൊട്ട് മുമ്പ് എടുത്തൊരു വീഡിയോ ആണ് നിങ്ങളിപ്പോൾ സൈഡിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തോന്നില്ല. അപ്പൊ ഇതൊരു സിമ്പതിക്ക് വേണ്ടിയിട്ടും ഒരു സെൻസിറ്റീവ് വീഡിയോ ആയി മാറാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ചെയ്തതാണോ എന്ന് പറയുന്നു. എനിക്കറിയില്ല. ഫാമിലി വ്ളോഗേഴ്സ് പക്ക ഉടായ്പാണ് പല കാര്യങ്ങളും ചെയ്യുന്നത്. പക്ഷെ
എനിക്ക് അത്രക്ക് അങ്ങോട്ട് ഇതായിട്ട് തോന്നിയില്ല. പ്രവീണൻ നോണ ആ ഒരു സ്ത്രീ നോണ പറഞ്ഞതാണ് എന്ന് നമുക്ക് ഉറപ്പിക്കാനും കഴിയില്ല. കാരണം ഒരുപാട് ശബ്ദ സന്ദേശങ്ങൾ അവർ അൺമാസ്കിംഗ് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അൺമാസ്കിംഗ് വീഡിയോ ഇപ്പോൾ പ്രൈവറ്റ് ആണ്, ഞാനത് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോക്ക് വേണ്ടിയിട്ട്. അപ്പൊ അത് പുറത്തേക്ക് എത്തിക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ ലക്ഷ്യം. അപ്പോ വക്കീൽ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 10 വർഷം ജയിലിൽ കിടക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു കേസ് വരാനൊരു സാധ്യത അയാളുടെ അനുജനുണ്ട്. പിന്നെ ഗാർഹിക പീഡനത്തിന് അമ്മയ്ക്കെതിരെ അച്ഛനെതിരെയും കേസ് എടുക്കാനുള്ള സാധ്യതയുണ്ട്. വൈറൽ ചവിട്ടിയതിന്റെ വളരെ ഗൗരവമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇതാണ് ഫാമിലി വ്ളോഗേഴ്സ് ഒക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കുക. റീലും റിയലും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. റീൽ എടുക്കാൻ വേണ്ടിയിട്ട് അവരെന്തും കാണിക്കും, അതിന്റെ പിന്നിൽ ഉണ്ടാവുന്ന തല്ലും വക്കാണെന്ന് നമ്മൾ കേൾക്കില്ല. അവർ ചിരിച്ചുകൊണ്ടുള്ള മുഖം മാത്രം നമ്മൾ കാണും. ഇത് കണ്ട നമ്മൾ വിചാരിക്കും ഇവര് ഭയങ്കര സന്തോഷത്തിലാണെന്ന്. സത്യമല്ല, നുണയാണ്. എന്തിനു പറയുന്നു, ഞാൻ എടുക്കുന്ന ഈ ഒരു വീഡിയോയിൽ 100 തെറ്റുകൾ ഉണ്ടാവും. കട്ട് ചെയ്ത് ജമ്പ് ചെയ്തിട്ടാ പോവുക. ഒരു കണക്കിന് നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് മീ കൈസിന്റെ വീഡിയോസ് നിങ്ങൾ കാണാറുണ്ടോ? ഒരു വീഡിയോയിൽ ചിലപ്പോൾ 100-150 കട്ടിങ് ഉണ്ടാവും, ജമ്പ് ആയിട്ട്. അപ്പൊ നമ്മൾ കൃത്യമായിട്ട് എന്താണ് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. തെറ്റ് പറ്റുമ്പോൾ അത് കട്ട് ചെയ്യും. റിയൽ അതാണ്, റിയൽ ലൈഫ് അതല്ല. ഞാൻ ചിലപ്പോൾ ലൈവിലൂടെ അത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 150 അല്ല 1000 തവണ ചിലപ്പോൾ തെറ്റുകൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അത്രേ ഉള്ളൂ. നമ്മൾ രാഹുൽ ഈശ്വറിനെ പോലെയൊന്നും അല്ലല്ലോ, അല്ലെങ്കിൽ ആഷ്മിയെ പോലെ ഒന്നും അല്ലല്ലോ വാചാലനായി സംസാരിക്കുമ്പോൾ തെറ്റുകൾ പറ്റാതിരിക്കാം. അത്രേ ഉള്ളൂ. അപ്പൊ പ്രവീൺ പ്രണവ് വിഷയത്തില് തിരശ്ശീല ഇവിടെ വീഴണം. ഇനി അങ്ങോട്ട് യൂട്യൂബർമാര് തിന്നാനുള്ളൊരു വകയാക്കി ഇത് കൊണ്ടുപോകരുത്. ലീഗലി മുന്നോട്ട് പോവുക, കേസ് എടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്ഷമിക്കാൻ കഴിയുമെങ്കിൽ ക്ഷമിക്കുക. നിങ്ങളുടെ മാത്രം വിഷയമാണത്. വേറെ ഒന്നും പറയുന്നില്ല. ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ വിളിക്കുക. വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളുമായി ഞാൻ വരും. അതിലൊക്കെ സന്ദീപ് എടപ്പാൾ സൈനിങ് ഓഫ്.